ിലേക്കാണ് കവടിയാറിൽ പ്രചരണം ശക്തമാക്കി UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ. മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ട് എന്നാണ് ശബരിനാഥൻ പറയുന്നത്. എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന തിരുവനന്തപുരം എന്ന ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകുന്നതെന്നും ശബരിനാഥ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. കവടിയാറിൽ പ്രചാരണം ശക്തമായി മുന്നോട്ട് പോവുകയാണ്. എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. ശ്രീ കെ മുരളീധരൻ്റെ വീടിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിൽ നമ്മൾ എല്ലാവരും നമ്മൾ കയറുകയാണ്. നല്ല പ്രതീക്ഷയുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ വോട്ടിന് പിടിച്ച ഒരു വാർഡാണ്. ഈ ഒരു പ്രാവശ്യം എങ്ങനെയായിരിക്കും ഭൂരിപക്ഷം? എങ്ങനെ കാണുന്നു? ഇത്തവണ നല്ല വിജയം ഉണ്ടാകും. കഴിഞ്ഞ തവണ പിന്നെ മനസ്സിലാക്കണം, കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഇലക്ഷൻ നടന്നപ്പോൾ പല ആളുകളും, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളടക്കം വോട്ട് ചെയ്യാൻ വന്നിരുന്നില്ല എന്നതൊരു വാസ്തവമാണ്. അപ്പോൾ ഇത്തവണ എന്തായാലും ആ കുഴപ്പമുണ്ടാകില്ല. പ്രവർത്തകർ ഡബിൾ സ്ട്രോങ് ആയി പോവുകയാണ്. നല്ല അടിത്തറയുണ്ട്. തീർച്ചയായിട്ടും നല്ല വിജയം ഉണ്ടാകും. നല്ല ഭൂരിപക്ഷം ഉണ്ടാകും. 2005 ഇവിടെ ജയിച്ച ആളാണ് എതിർ സ്ഥാനാർത്ഥി LDF ഉള്ളത്. അപ്പോൾ ഒരു കടുത്ത മത്സരം തന്നെയായിരിക്കില്ലേ? അല്ല, 3 പേരുടെ സ്ഥാനാർത്ഥികളുണ്ട്. നല്ല സ്ഥാനാർത്ഥികളാണ്. എന്തായാലും UDF രാഷ്ട്രീയം പറഞ്ഞ് വികസനം പറഞ്ഞ് നമ്മൾ തന്നെ വിജയിക്കും. പ്രചാരണത്തിന് പോകുമ്പോൾ ജനങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ഈ കവടിയാറ് വളരെ ഒരു പ്രധാനപ്പെട്ട വിഷയം കുടിവെള്ളമാണ്. പല സ്ഥലങ്ങളിലും അത് ഈ വാർഡിലല്ല, ഈ കോർപ്പറേഷനിലെ വിഷയമാണ്. നമുക്ക് സംഭരണികളൊക്കെ ഉണ്ടെങ്കിലും 24 hours വാട്ടർ സപ്ലൈ ഒരു പ്രശ്നമാണ്. സീരിയസ് ആയിട്ട് പുതിയൊരു ജലസ്രോതസ്സിനെ കുറിച്ച് തിരുവനന്തപുരം ആലോചിക്കേണ്ടതാണ്. തെരുവുനായ ശല്യം തലസ്ഥാനത്ത് ഒരു വലിയ പ്രശ്നമാണ്. എന്തൊക്കെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്? നായയുടെ കുര കുറയ്ക്കാനുള്ള ഉറപ്പായിട്ടുള്ള നടപടികൾ ഇവിടെ UDF ഉണ്ടാകും. ഇത്തരത്തിൽ ഈ പ്രചാരണത്തിൽ ഇറങ്ങുമ്പോൾ എന്താണ് ഒരു പൾസ്, ജനങ്ങളുടെ പൾസ് എങ്ങനെ മനസ്സിലാകും? നല്ല പൾസാണ്. നിങ്ങൾ തന്നെ കാണുന്നില്ല, ഓരോ വീട്ടിനകത്ത് വരെയുള്ള ആക്സസ് നമുക്കുണ്ട്. കൂടെ ഒന്നേ കാണിച്ചു തരാൻ പറ്റും. ഞായറാഴ്ച ആഘോഷിക്കുക. വിവിധ പ്രശ്നങ്ങൾ കവടിയാർ വാർഡിലുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഈ പ്രദേശങ്ങളിലെ കുടിവെള്ളമടക്കം വെള്ളക്കെട്ടെടുക്കുള്ള പ്രശ്നമുണ്ട്. മുകളിലോട്ട് നമ്മൾ ജവഹർ നഗറിൽ പോകുമ്പോൾ പ്രായമുള്ള ആളുകൾക്ക് വീട്ടിൽ മക്കളില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അവരൊക്കെ വെളിയിലാണ്. ചെറിയ സഹായത്തിന് പോലും ആളില്ല. അപ്പോൾ ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും ഉതകുന്ന ഒരു വികസനം അവരുമായി ചർച്ച ചെയ്ത് കൃത്യമായിട്ടുള്ള പ്ലാനുണ്ട്. 2050 എന്നുള്ളൊരു വിഷനോട് കൂടി തന്നെ ഇവിടെ തിരുവനന്തപുരത്തെ മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഭാവിയുടെ തിരുവനന്തപുരം നമ്മുടെ ഉറപ്പാണത്. അതെ, എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഭാവിയുടെ തിരുവനന്തപുരം, ആ ഒരു ഉറപ്പിലാണ് ഇപ്പോൾ പ്രചാരണം നടക്കുന്നത്. ക്യാമറ പേഴ്സൺ സിജോ സുധാകരനോടൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, മീഡിയ 1 തിരുവനന്തപുരം.